സാർ അപ്പം എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഫോർവേഡ് ചെയ്യല്ലേ? ചെറുക്കൻ മാത്സ് ആണേ പഠിച്ചതേ. ഇപ്പം നിങ്ങൾ നേഴ്സിംഗ് പഠിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ബഹളമാണ് വീട്ടിൽ കിടന്ന്. ശരിക്കും കാര്യമല്ല സാർ, ഇത് ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ 2 years മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനെ പറ്റിയാണ് ഞാൻ എഡ്വിൻ്റെ അടുത്ത് പറഞ്ഞത്. വെറുതെ പറഞ്ഞല്ല, അത് ആക്ച്വലി പോസിബിൾ ആണ്. പിന്നെ ഈ കോഴ്സ് ഡയറക്റ്റ്ലി ലീഡിങ് ടു രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തിട്ട് ഇത് കിട്ടിയില്ലെങ്കിൽ എന്നായി? സാർ, അത് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ആക്ച്വലി ഇത് ജെന്യുവനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കൺവിൻസ് ചെയ്താലേ നമുക്ക് വിസ കിട്ടുള്ളൂ. കള്ളത്തരമൊന്നും അല്ലെന്നേ. നമ്മൾ ഈ ആമ്പിളാരൊക്കെ എങ്ങനെ നേഴ്സിങ്ങിന് വിടുകയെന്ന് ഓർത്ത് വിടാഞ്ഞാൽ. സാർ, അതൊക്കെ പണ്ടല്ലേ. ഇപ്പം മെയിൽ നേഴ്സസിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇമിഗ്രേഷന് വേണ്ടി തയ്യാറെടുക്കുമ്പം മെയിനായിട്ട് 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കൺട്രി, ചൂസ് ചെയ്യുന്ന കോഴ്സ്, അത് പഠിക്കാൻ നമുക്കുള്ള ഇൻട്രസ്റ്റ്, ഈ കോഴ്സിന് രാജ്യത്തുള്ള സ്കോപ്പ്, ആൻഡ് ഫൈനലി ഫിനാൻഷ്യൽസ്. ഇനി ഫിനാൻഷ്യൽസിൻ്റെ കാര്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മൂത്തോളായിട്ട് നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം അടുത്ത ആഴ്ച അവളുടെ ഫ്ലൈറ്റ്, അതിന് കുറച്ചെൻ്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ട്. ഇപ്പം ഇവൻ്റെ കൂടെ സാറ് തന്നെ ഇപ്പം ഫിനാൻഷ്യൽസ് ഹാൻഡിൽ ചെയ്യണമെന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ എഡ്വിന് പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത്രയും പാഷനേറ്റായിട്ട് പുറത്ത് പോകുന്ന ആളല്ലേ, അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽസൊക്കെ എഡ്വിന് ഹാൻഡിൽ ചെയ്യണം അല്ലേ? ജീവന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, അഴുക ചെറുക്കൻ. പക്ഷേ നിങ്ങളുടെ എക്സ്പീരിയൻസിലും പ്രോസസ്സിങ്ങിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, സെപ്റ്റംബറിലേക്ക് പറ്റുമോ? നമ്മളിപ്പോൾ കുറച്ച് ഡിലേ ആണ്. പക്ഷേ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കുവാണെങ്കിൽ നമുക്കൊന്ന് ആഞ്ഞു പിടിച്ച് നോക്കാം. വെച്ച് താമസിപ്പിക്കണ്ട, നമുക്ക് ശരിയാക്കിയേക്കാം. പിന്നെന്താ, നമുക്ക് റെഡിയാക്കാമല്ലോ.